എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴവും സേമിയവും വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതായി ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന നെയ്യൊക്കെ നമ്മുടെ സേമിയ വറുത്തപ്പോൾ അത് വലിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. ഒരു ഏത്തപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പം നെയ്യുടെയും ഏത്തപ്പഴത്തിൻ്റെയും കൂടെ നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 250 ml പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ സേമിയ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ആ സേമിയയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഈ സേമിയയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും നമ്മുടെ ഈ സ്വീറ്റിന് ഉണ്ടാവില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് അറിയേ പോലുമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ ആ ഒരു അംശം വറ്റി വരണം. അതുവരെയാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ പാലിന് പകരമായിട്ട് പാൽപ്പൊടി ഇടാം. അതും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കുറയും, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുക്കാം. സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പഴത്തിൻ്റെയും സേമിയയുടെയും കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് ഇത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. നല്ലൊരു ഷേപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ചൂടാറി കിട്ടും. അതിനുശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വേറൊരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കേക്ക് ടിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കൊക്കെ തിരിച്ചിട്ട് ഡീമോൾഡ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് മുകൾ ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. അപ്പോഴേക്കും തന്നെ അത് വിട്ട് വരും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഇത് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.